ഇമ്മാനുവൽ വിണ്ണിൽ നിന്നും മണ്ണിൽ വന്ന ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി. ഞാങ്ങാട്രി മഹർഷി വിദ്യാലയം രജത ജൂബിലിയുടെ നിറവിൽ. രജത ജൂബിലി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കം കുറിക്കുമെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞാങ്ങാട്രി മഹർഷി വിദ്യാലയത്തിന്റെ രജത ജൂബിലി വിപുലമായ പരിപാടികളോടെ നാളെ ആഘോഷിക്കുമെന്ന് വിദ്യാലയ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1998 പട്ടാമ്പിയിൽ 15 വിദ്യാർത്ഥികളുമായി തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് 1200-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 14 SLC ബാച്ചും 5 +2 ബാച്ചും ഇതിനോടകം പുറത്തിറങ്ങി. CBSE 10, +2 എന്നീ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എല്ലാ വർഷവും 100 മേനി വിജയം നേടാറുണ്ട്. വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് വിവിധ മത്സരങ്ങളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കാറുണ്ട്. രജത ജൂബിലി സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. ഗായിക രാധിക അശോക് മുഖ്യാതിഥിയായിരിക്കും. മാഗസിൻ പ്രകാശന ചടങ്ങിൽ ഒറ്റപ്പാലം NSS കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ TG വിജയകുമാർ, നടൻ വിജയൻ ചാത്തന്നൂർ എന്നിവർ പങ്കെടുക്കും. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മഹർഷി വിദ്യാലയ ചെയർമാൻ TK വിനയഗോപാൽ, സെക്രട്ടറി T രവീന്ദ്രനാഥൻ, പ്രിൻസിപ്പൽ A വിജയകുമാർ, SMC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഈ വരുന്ന 24-ാം തീയതി, മെയ് 24-ാം തീയതിയാണ് നമ്മുടെ സ്കൂളിൻ്റെ 25-ാം വാർഷികം ഈ സിൽവർ ജൂബിലി ആഘോഷം തുടങ്ങി വയ്ക്കുന്നത്. ഇത് ഒരു വർഷത്തെ ആഘോഷമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ വിദ്യാലയത്തിൽ മാത്രമല്ല സമൂഹത്തിന് കൂടി ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം വരുന്ന നാളുകൾ നിങ്ങൾക്ക് നേരിൽ അറിയാവുന്നതാണ്. എന്തായാലും നാളത്തെ ഈ 24 എന്ന് പറയുമ്പോൾ നാളത്തെ ഈ ദിവസം വെള്ളിയാഴ്ച ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാം സുപരിചിതനായിട്ടുള്ള കേരളത്തിൻ്റെ ആധ്യാത്മിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന സംപൂജ്യനായിട്ടുള്ള സ്വാമി ചിദാനന്ദപുരി സ്വാമി അവറുകളാണ്. ഈ ശ്രീ മഹർഷി വിദ്യാലയത്തിൻ്റെ 25-ാം വാർഷികം അല്ലെങ്കിൽ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ 9 മണിക്കാണ് ആരംഭിക്കുന്നത്. അതിന് മുമ്പായിട്ട് രാവിലെ ഒരു 7 മണിക്ക് അഗ്നിഹോത്രം എന്നൊരു ചടങ്ങുണ്ട്. അതിനുശേഷം 9 മണി മുതൽക്കാണ് ഈ ഇനോഗ്രൽ ഫംഗ്ഷൻ ആരംഭിക്കുന്നത്. ആ ഫംഗ്ഷൻ ഏകദേശം ഒരു 1 മണി വരേക്ക് ഉണ്ടായിരിക്കും. ഈ യോഗത്തിൽ സംബന്ധിക്കുന്നത് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡൻ്റായിട്ടുള്ള അഡ്വക്കേറ്റ് മനോജ്, അദ്ദേഹമാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുണ്ടാവുക.